നമസ്കാരം. ആയുർജീവനത്തിലേക്ക് സ്വാഗതം. സോറിയാസിസ് എന്ന രോഗം എങ്ങനെ നേരിടണം, അതിൻ്റെ പ്രതിരോധവും ചികിത്സയും എന്തെന്നുള്ളതാണ് ഇന്ന് ആയുർജീവനത്തിൽ പരാമർശിക്കുന്നത്. സോറിയാസിസിൻ്റെ ചികിത്സ എപ്രകാരമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനം, ഈ രോഗത്തെ പൂർണ്ണമായി മാറ്റിക്കളയുവാൻ കഴിയുമെന്ന് ഒരു വൈദ്യശാസ്ത്രവും അവകാശപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുക്തമായ ആഹാരവിഹാരങ്ങളിലൂടെയും ജീവിത രീതി ക്രമീകരിച്ച് ഇതിനെ കുഴപ്പമില്ലാതെ മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത്. രോഗം മൂർച്ഛിക്കുന്ന അവസരത്തിലും അല്ലെങ്കിൽ ഋതുക്കൾ മാറുന്ന സമയത്തിലും ആയുർവേദ ചികിത്സ ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നു. ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ വർദ്ധിക്കുന്ന അവസരത്തിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നു. ഏറ്റവും ആദ്യം സോറിയാസിസിന് ഗുണപ്രദമായ സ്നേഹപാനം എന്ന ചികിത്സാക്രമം എന്താണെന്ന് നോക്കാം. അസുഖത്തിന് ഹിതകരമായ ഘൃതങ്ങൾ അല്ലെങ്കിൽ നെയ്യുകൾ, തിക്തകം, മഹാതിക്തകം, ആരഗുധ മഹാതിക്തകം മുതലായ നെയ്കൾ തിരഞ്ഞെടുത്ത് അതിലൊന്ന് ആരോഹണ ക്രമത്തിൽ കഴിപ്പിക്കുന്നു. തുടർച്ചയായി 7 ദിവസം ഇത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം രോഗിയെ പഞ്ചകർമ്മം എന്ന പ്രധാന ചികിത്സ അല്ലെങ്കിൽ ശോധന ചികിത്സയ്ക്ക് വിധേയമാക്കുന്നു. സോറിയാസിസിനെ സംബന്ധിച്ചിടത്തോളം വമനം എന്ന ചികിത്സാക്രമമാണ് കൂടുതൽ അനുയോജ്യം. ഇതിൽ ഔഷധങ്ങൾ നൽകി ഛർദ്ദിപ്പിക്കുന്നു. ഇതിനെ തുടർന്ന് തക്രധാര എന്ന ചികിത്സ ഫലപ്രദമാണ്. അതായത് മരുന്നുകളിട്ട് സംസ്കരിച്ചെടുത്ത മോര് ശിരസിൽ ധാര ചെയ്യുന്നു. ഏതാണ്ട് 7 ദിവസത്തോളം കാലം ഇതും ചെയ്യുന്നു. അത്യാവശ്യമെങ്കിൽ ശരീരത്തിലും യുക്തമായ ധാര ചെയ്യാറുണ്ട്. ആന്തരികമായ ഔഷധങ്ങൾ വളരെ ഫലപ്രദമാണ്. തിക്തകം, മഞ്ചിഷ്ടാദി മുതലായ കഷായങ്ങൾ, അതിൽ ആവശ്യമായ ഗുളികകളും ചൂർണങ്ങളും എല്ലാം ചേർത്ത് കഴിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം ദന്തപ്പാല എന്ന ഔഷധ സസ്യത്തിൻ്റെ ഉപയോഗമാണ്. ധാരാളം സോറിയാസിസ് രോഗികൾ ദന്തപ്പാലയുടെ തൈലം സ്വന്തമായി തന്നെ പ്രിപ്പയർ ചെയ്ത് ഈ രോഗം നിയന്ത്രിച്ചു കൊണ്ടുപോകാറുണ്ട്. ദന്തപ്പാല എന്ന ഔഷധ സസ്യത്തിൻ്റെ ഇലകൾ കീറി 7 ദിവസത്തോളം ശുദ്ധമായ വെളിച്ചെണ്ണയിലിട്ട് വെയിലേൽപ്പിക്കുന്നു. അതിനുശേഷം ഈ എണ്ണ അമിതമായ ശൽക്കങ്ങളുള്ള സ്ഥലത്ത് പുരട്ടുന്നു. ശൽക്കങ്ങൾ അമിതമായി ഉണ്ടാകുന്നത് തടയാൻ കഴിയുന്നു. ഇതുകൂടാതെ തന്നെ പഞ്ചവൽക്കാദി തൈലം, ഏലാദി വെളിച്ചെണ്ണ, നാൽപ്പാമരാതി വെളിച്ചെണ്ണ എല്ലാം തന്നെ സോറിയാസിസിൽ അനുയോജ്യമാണ്. സോറിയാസിസ് രോഗികൾ നിരാശപ്പെടേണ്ടതില്ല. ഫലപ്രദമായ പരിഹാരം ആയുർവേദ ചികിത്സയിലൂടെ ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു വിഷയവുമായി ആയുർജീവനത്തിൽ വീണ്ടും കാണാം. നന്ദി.